കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഫെബ്രുവരി ആദ്യവാരം ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണം മാർച്ചിൽ പൂർത്തിയാകും. പൊതുജനാരോഗ്യ രംഗത്ത് വൻ കുതിപ്പിനൊരുങ്ങി കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ക്യാൻസർ സെന്റർ നിർമ്മാണം പൂർത്തിയാക്കി ജനുവരി 30 സർക്കാരിന് കൈമാറും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഫെബ്രുവരി അവസാനവും നിർമ്മാണം പൂർത്തിയാക്കി കൈമാറും. ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ആദ്യവാരവും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മെയ് ആദ്യവാരവും ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലും ക്യാൻസർ സെന്ററിലും സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വലിയൊരു പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച്. കൊച്ചിയെ മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് തന്നെ ഒരു അഭിമാനകരമായ പദ്ധതിയായിട്ടാണ് കൊച്ചി ക്യാൻസർ സെന്റർ വരുന്നത്. മറ്റ് ക്യാൻസർ സെന്ററിന് വ്യത്യസ്തമായി ഗവേഷണത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന സെൻ്ററായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 6.4 ലക്ഷം ചതുരശ്ര അടിയിലുള്ള കെട്ടിടമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ സ്റ്റേജായി 360 ബെഡ് ഇവിടെ സജ്ജമാക്കാൻ കഴിയും. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, ഇപ്പോൾ MRI തുടങ്ങിയിട്ടുള്ള CT, ഏറ്റവും നല്ല രീതിയിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ, ലിനാക്ക് പോലെയുള്ള ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഭാവി കൂടി കണക്കാക്കിയിട്ടുള്ള, ഇപ്പോൾ വരുന്ന ഇത് കൂടാതെ ഭാവിയിലേക്കുള്ള ഒരു ഇതുകൂടി ഇതിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ 10 ഓപ്പറേഷൻ തിയേറ്ററുകളും പിന്നെ കാഷ്വാലിറ്റി പാലിയേറ്റീവ് കെയറിൽ 2 കൂടി ചേർക്കുമ്പോൾ 12 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. അതിൽ തന്നെ 1 റോബോട്ടിക് സർജറിക്കുള്ള സാധ്യത അത് ഉറപ്പുവരുത്തുന്നുണ്ട് ഭാവിയിലേക്ക്. പിന്നെ ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പി, അതിപ്പോൾ അധിക സ്ഥലത്തില്ല, കേരളത്തിൽ എങ്ങും തന്നെ ഇല്ല. അപ്പോളയിലാണ് ഇപ്പോൾ അതിനകത്തുള്ള സൗകര്യം. പിന്നെ ടാറ്റയിൽ മുംബൈയിലുണ്ട്. അപ്പോൾ അതിനുൾപ്പെടെ ഉള്ള ഒരു വലിയ നിക്ഷേപം കൂടി ആവശ്യമായി വരുന്നതാണ്. എന്നാൽ അതിനുള്ള കാര്യങ്ങൾ കൂടി മാസ്റ്റർ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ കുറച്ച് സമയക്രമം, അത്തരം കാര്യങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി വരും. ജനുവരി 31 ഇത് കൈമാറാൻ കഴിയും എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാവശ്യമായ ടൈം ഷെഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച അവർക്ക് ആളുകൾ ഉള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങൾ, എയറിൻ്റെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടി വരും. എന്നാലും നമുക്ക് ഫെബ്രുവരിയോടുകൂടി തന്നെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ ഒരു പൊതു സംവിധാനം നമ്മുടെ ഈ മേഖലയ്ക്കകത്ത് വരുമ്പോൾ അത് അത്തരം കാര്യങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ മാറ്റം പൊതു ആരോഗ്യ സംവിധാനത്തിൽ കേരളത്തിന് സൃഷ്ടിക്കാൻ ഈ 2 സൗകര്യങ്ങളും സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് കൊച്ചി ക്യാൻസർ സെന്റർ. മറ്റ് ക്യാൻസർ സെന്ററുകളിൽ നിന്നും വ്യത്യസ്തമായി ഗവേഷണത്തിന് കൂടി ഇവിടെ പ്രാധാന്യം നൽകുന്നു. 6.4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് ഒരുങ്ങുന്നത്. 360 കിടക്കകൾ ഇവിടെ സജ്ജമാക്കും. അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങളാണ് തയ്യാറാക്കുന്നത്. ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള പ്ലാനാണ് തയ്യാറാക്കി വികസിപ്പിച്ചിരിക്കുന്നത്. ആകെ 12 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. ഇതിൽ 1 ഭാവിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ സാധ്യത ഉറപ്പുവരുത്തുന്നു. കേരളത്തിൽ ആദ്യമായി പ്രോട്ടോൺ തെറാപ്പി എന്ന നൂതന സംവിധാനത്തിന് കൂടിയുള്ള സംവിധാനം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ക്യാൻസർ സെന്ററിൽ ഗവേഷണത്തിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് കൂടി കുറച്ച് സ്ഥലം അനുവദിക്കുന്നത് പരിഗണിക്കുന്നുണ്ട്. ക്യാൻസർ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രയോജനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണിത്. 7000 ചതുരശ്ര അടി സ്ഥലമാണ് ഇപ്പോൾ ഗവേഷണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ക്യാൻസർ ചികിത്സ, ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾക്കുള്ള പ്രചോദനം ഇവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ്. 384.34 കോടിയാണ് ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണ ചെലവ്. ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, കിഫ്ബി അധികൃതർ എന്നിവരുടെ യോഗം ചേർന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ 3 നിലകൾ ജനുവരിയിൽ തന്നെ പൂർത്തിയാകും. ബ്ലോക്കിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏപ്രിൽ മാസം അവസാനം പൂർത്തിയാകും. നിയോനാറ്റോളജി, പീഡിയാട്രിക് സർജറി, ന്യൂറോ സർജറി, യൂറോളജി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം എന്നിവയുണ്ടാകും. 286.66 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 842 പുതിയ കിടക്കകൾ സജ്ജമാക്കും. നിലവിൽ 500 കിടക്കകളുണ്ട്. ആകെ 1342 കിടക്കകൾ സജ്ജമാകും. 8.64 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ബ്ലോക്ക് ഒരുങ്ങുന്നത്.
രോഗികൾക്ക് കാത്തിരിക്കാനുള്ള സൗകര്യം, സാങ്കേതിക സംവിധാനങ്ങൾ, ഡോക്ടർമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ക്രമീകരണം തുടങ്ങിയ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദേശത്ത് നിന്നെത്തി ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും മെഡിക്കൽ കോളേജിലെത്താം. മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഇതുവഴി കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.